നിങ്ങൾ ഈ കാണുന്നത് പ്ലാന്റ് ഇതൊരു ഓർണമെൻറ്റ് പ്ലാന്റ് ആണ്. ഇത് എല്ലാവർക്കും അറിയാം, ഹൈ റേഞ്ച് ആണ്. അപ്പോൾ ഇത് സ്മൂത്ത് ഹൈ റേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്മൂത്ത് ഹൈ റേഞ്ചിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. അതിൽ അന്നാബൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ. എനിക്കറിയാൻ കഴിഞ്ഞ അന്നാബൽ വെറൈറ്റി എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവർ ഈ കാർ പാർക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ ഈ മാർക്കറ്റ് ഏരിയ അവിടെയൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ ഹൈ റേഞ്ച് പ്ലാന്റാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സ്മൂത്ത് ഹൈ റേഞ്ച് അന്നാബൽ വെറൈറ്റി, അതിൻ്റെ പല ഷെയ്ഡ്സാണ് ഇവിടെ. ഇപ്പോൾ വൈറ്റാണ് ഇപ്പോൾ കൂടുതലും ഞാൻ കണ്ടേക്കുന്നത്. ചില സ്ഥലങ്ങളിൽ റെഡും വയലറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് അത്ര കോമൺ അല്ല. പിന്നെ ഇതിൻ്റെ പൂവ് അത് മുട്ടിടുമ്പോൾ ലൈം ഗ്രീൻ കളറായിരിക്കും. പിന്നെ അത് ചൂട് കൂടുന്നതനുസരിച്ചിട്ട് വൈറ്റായി അവസാനം സ്നോയി വൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് മറ്റേ സമ്മർ സീസണിലാണ്, നോർത്ത് അമേരിക്കയിൽ സമ്മർ സീസണിലാണ് ഇത് ഫുള്ളായിട്ട് ബ്ലൂമായിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പൂ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇങ്ങനെ നിൽക്കും. കുറേ നാളെന്ന് പറഞ്ഞാൽ 3-4 മാസമൊക്കെ വരെ നിൽക്കും അത്. അത് കഴിഞ്ഞിട്ട് അത് കളർ മാറി മറ്റേ ക്ലൈമറ്റ് ഫോളിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് ഇത് കളർ മാറി പിന്നെ പയ്യെ ശുഷ്കിച്ച് പോകുള്ളൂ. അത് കുറേ നാൾ നിൽക്കും പോവും. ഇത് ക്യാമറ കാണുന്ന പോലെ അല്ല, എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ ബ്ലൂംസിന് ഏറ്റവും കുറഞ്ഞത് 12 ഇഞ്ച് ഡയമീറ്റർ വരെ ഉണ്ടാവും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 3 അടി മുതൽ 5 അടി പൊക്കം വരെ വരും. പിന്നെ ഇതിൻ്റെ വ്യാസം 4 മുതൽ 6 അടി ഫീറ്റ് വരെ വരും, സ്പ്രെഡ് വരും. പിന്നെ പാർഷ്യൽ ഷെയ്ഡാണ് റെക്കമെൻഡ് ചെയ്യണത്, ഫുൾ സൺലൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരും, കേരളത്തിലെ ക്ലൈമറ്റിലും വളരും. പക്ഷേ ഇത് സോയിൽ മണ്ണ് നല്ല മോയ്സ്ചർ ഉണ്ടാവണം, നനവുള്ള മണ്ണായിരിക്കണം. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണെങ്കിൽ നനവ് കൂടുതലായിരിക്കണം. പിന്നെ ഇതിന് വാട്ടർ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഫീച്ചേഴ്സൊക്കെ കോംപ്രിഹെൻസീവ് ആയിട്ട് പറയുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ നമ്മളായിട്ട് കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണില്ല. പിന്നെ ഇതിന് ഫ്ലോപ്പിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. ഫ്ലോപ്പിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടവാനം പൂവായിട്ട് വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഒടിഞ്ഞു വീണ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ കുറച്ച് നേരം കൂടി ഇന്ന് കാണിക്കാം.